الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة الراشدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لتنذر قوما ما أنذر آباؤهم وهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്ത് ഇറക്കിയതിൻ്റെ ഉദ്ദേശം എന്ത്? ഖുർആൻ ഈ ഭൂമിലോകത്ത് അല്ലാഹു ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? അതാണ് വിവരിക്കടെ. ലിതുൻദിറ, നബിയെ ആൾമാർക്ക് നിങ്ങൾ എച്ചരിക്ക കൊടുക്കണം. ആൾമാർ തപ്പാക്കടെ ആൾമാർക്ക് പേടി പാട്ടണോ. നിങ്ങൾ ആൾമാരെ ബടക്കത്തരത്തിൽ നിന്നിട്ട് ദൂറാക്കുകളിലെ എല്ലാ നിലക്കുള്ള മുന്നെച്ചരിക്കകൾ മനുഷ്യന്മാരെ നീ കൊടുക്കണം. ആ കൊടുക്കുക വേണ്ടിയിട്ടായിരിക്കും. കൗമൻ, ഏത് ആൾമാർ? ഒരു കൂട്ടം ആൾമാർ. മാ ഉൻദിറ ആബാഉഹും, അങ്ങളെ അബ്ബമാർക്ക് എച്ചരിക്ക നീടപ്പെട്ടിട്ടില്ല. അങ്ങനെ അബ്ബമാർക്ക് എച്ചരിക്ക നീടപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ആൾമാർക്ക് നിങ്ങൾ എച്ചരിക്ക കൊടുക്കണം. അതുകൊണ്ട് ഫഹും, ഈ ആൾമാർ ഗാഫിലൂൻ, അശ്രദ്ധര ആൾമാരായിരിക്കടാ, ശ്രദ്ധയില്ലാത്ത ആൾമാരായിരിക്കടാ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഈ ഭൂമിലോകത്തേക്ക് വന്നിട്ട് ബെടക്ക് ആക്കടെ ആൾമാർക്ക് എച്ചരിക്ക നീട്ട്, എന്നിട്ട് അങ്ങനെ സമാക്കണം. പക്ഷേ സാമാന്യ ഒരു കൂട്ട ആൾമാരല്ല. അങ്ങനെ ആ ആൾമാരുടെ വിഷയത്തിനായിട്ട് അല്ലാഹു തആല നബി തങ്ങൾ ചെന്നു കൊടുക്കുന്നു. ഇതൊരു നിങ്ങൾ നല്ലാക്കണായ ആൾമാർ, നബിയെ നിങ്ങൾ പേടി പാടിയിട്ട് തപ്പിൽ നിന്നിട്ട് മാറ്റി നിൽക്കണായ ആൾമാർ സാമാന്യ ആൾമാരൊന്നുമല്ല. അങ്ങകൾ അങ്ങനെ അബ്ബമാർക്കേ ഉപദേശിക്കിട്ടിട്ടില്ല. മുട്ടത്തുക്ക് അങ്ങക്ക് ദഅവത്ത് എത്തിയിട്ടില്ല. മുട്ടത്തുക്ക് അങ്ങക്ക് നബി വന്നിട്ടില്ല. മുട്ടത്തുക്ക് അങ്ങക്ക് ഒരു ഉപദേശവും കിട്ടിയിട്ടില്ല. ഫത്രത്തിന് ആൾക്കാർ ചൊല്ലാം. ഫത്ര ചെന്നെങ്കിൽ നബി എന്തും ഇല്ലാത്ത ജീവിച്ച ആൾമാർ. അപ്പോൾ അബ്ബമാരുടെ കാലത്തിലെ അങ്ങക്ക് ഉപദേശം കിട്ടാണ്ട് പല നിരക്കുള്ള ബെടക്കത്തരത്തിലും ഷിർക്കിലും അനാചാരത്തിലും അന്യായത്തിലും അക്രമത്തിലും ജീവിച്ചുകൊണ്ടുള്ള ആൾമാർ. എവിടത്തോളം ഫഹും ഗാഫിലൂൻ, അങ്ങക്ക് ഒരു ശ്രദ്ധയുമില്ല. വിശ്വസിക്കണോ, നല്ല തെരല് നടക്കണോ, കളവ് ചൊല്ല തീരാ, ആൾമാർക്ക് ഉപദ്രാക്കുക തീരാ, അതേപോലെ പുനർജന്മം ഉണ്ടോ, അള്ളാഹു ഒരുത്തനാണ്, ഇങ്ങനത്തെ ഒരു വിഷയ ഗൊന്തയില്ലാത്ത ആൾമാർ, അശ്രദ്ധയിലുള്ള ആൾമാർ, ഒരു നിലക്കുള്ള നല്ല വിഷയങ്ങൾ ഗൊന്തില്ലാത്ത ആൾമാർ. ഇങ്ങകാണ് നബിയെ ഇങ്ങനെ നിങ്ങൾ നല്ലാക്കണോ, ഇങ്ങ നിങ്ങൾ ഉപദേശിക്കണോ. അപ്പോൾ ഇതുവരെ ഒരു വാത് കേൾക്കാത്ത ആൾമാർ, എത്രയോ വർഷങ്ങളായിട്ട്, നൂറുകണക്ക് വർഷങ്ങളായിട്ട് തപ്പ് മാത്രമാക്കി ജീവിച്ചുകൊണ്ടുള്ള ആൾമാർ. അങ്ങനെ ആദ്യത്തെ വ്യഭിചാരവും കൊലകളും എല്ലാ നിലക്കുള്ള അമലു പദാർത്ഥങ്ങളും അതുപോലെ എന്തിനായിരിക്കടെ ദരോടാക്കടെ, ഇങ്ങനെ അങ്ങനെ ആദ്യത്തെ അങ്ങനെ നല്ലാക്കുക സമീപകാലത്തിൽ മുട്ടത്തെ കാലത്ത് ഒരു നബിയും വന്നിട്ടില്ല. ഇങ്ങനത്തെ ആൾമാർ, ഈ നിലക്കുള്ള ജീവിച്ച ആൾമാരെ നല്ലാക്കുള്ള പരിഹാര മാർഗ ജണ്ട് മാത്രമായിരിക്കടെ മനസ്സിലാക്കണം. ഇങ്ങനത്തെ ആൾമാരെ നല്ലാക്കുക ജണ്ടേ മാർഗമുള്ളേ. അതാണ് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം
എല്ലാ നിലക്കും പൂർണ്ണത നേടിയെങ്കിട്ട് നല്ല ഭദ്രമായ ആശയങ്ങളുള്ള എങ്ങനത്തെ കല്ലു മനസ്സിലെയും സമാക്കണമെങ്കിട്ട് പരിശുദ്ധമായ ഖുർആനായിട്ടിക്കിട് അങ്ങനെ നല്ലാക്കുകൊള്ള ഒന്നും. എന്നിട്ട് അങ്ങനെ ഈ ഖുർആന്റെ ആശയങ്ങൾ എത്തുമാണ്ടനായ ദായി അങ്ങക്ക് ദഅവത്ത് കൊടുക്കുന്ന ആൾ അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ നേരായ തപ്പില്ലാത്ത ഒരു വക്രതയും ഇല്ലാത്ത ഒരു ദോഷവും ആക്കാത്ത 100% ക്ലിയറുള്ളെങ്കിത്ത് നല്ല തെരുളുള്ള പ്രവാചകരായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് ശക്തിക്ക് മാത്രമേ നിങ്ങളെ മുഖാന്തര മാത്രമേ അങ്ങനെ സമാക്കുക സാധ്യമാവുക. അള്ളാഹു സമാക്കട് ഈ രണ്ട് ശക്തി മുഖാന്തരായിരിക്കട്. അതാണ് ഖുർആൻ ചെന്നുകൊണ്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അള്ളാഹു തആല ചെന്നുകൊണ്ടുണ്ടോ, നിങ്ങൾ പോയ സാത്ത് എല്ലാ ആൾമാരും നല്ലവരുണ്ടില്ല. വാത് ചെന്ന സാത്ത് ആ വാത് കേൾക്കുക വന്ന് ദഹിക്കുന്നുണ്ടില്ല, അങ്ങ് നെല്ലാവുന്നുണ്ടില്ല, അങ്ങ് അത് ഉൾക്കൊള്ളുന്നുണ്ടില്ല, അങ്ങ് അതിൽ തലക്കെടുക്കുന്നുണ്ടില്ല. അങ്ങ് ആ ആൾമാർ എല്ലാവരും നിങ്ങളെ സ്വീകരിക്കലാണ് നബിയെ നിങ്ങൾ വിചാരിച്ചിരണ്ട. അള്ളാഹു ഫസ്റ്റികെ നബി തങ്ങളുടെ ചൊല്ലിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പോയ സ്ഥലത്തേക്ക് അങ്ങ് നിങ്ങളെ ദഅവ സ്വീകരിച്ചിട്ടില്ല, നിങ്ങളെ പളക്ക സ്വീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ബേജാറാക്കണ്ട. എന്തുകൊണ്ട്? ലഖദ് ഹഖൽ ഖൗലു, തീർച്ചയായിട്ടും അള്ളാഹുടെ ഭാഗത്തുള്ള ശിക്ഷാവചനം, ശിക്ഷര വചന ശിക്ഷ പണ്ട് ചൊല്ലെങ്കത്ത് ആ പലക്ക സത്യമായിട്ട് അള്ളാഹു താല ചെന്നുണ്ടോ ഹക്ക, അത് ഉറപ്പായി അല അക്തരിഹിം, അങ്ങളിൽ നിന്ന് യാറത്തെ ആൾമാർക്ക് ശിക്ഷ കിട്ടുന്നത് ഉറപ്പായിട്ടായിട്ട് അങ്ങനെ ഈമാൻ്റെ വിഷയങ്ങൾ ചെന്നുകൊടുത്തിട്ടും നേരായത്തവരുടെ നമുക്ക് ചെന്നുകൊടുത്തിട്ടും അങ്ങനെ എല്ലാ നിനക്ക് അർത്ഥാക്കി കൊടുത്തിട്ടും അങ്ങനെ ചെമ്മത്തെ ആൾമാർ അങ്ങക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഉറപ്പിച്ചിട്ടായിട്ട് ഫഹും ലാ യുഅ്മിനൂൻ, അങ്ങ് വിശ്വസിക്കില്ല. അപ്പോൾ ഇതിലെന്തൊരർത്ഥമായിട്ട് നിങ്ങളെ പലക്ക് കേട്ടിട്ട് ഖുർആൻ ദഅവത്ത് കേട്ടിട്ട് സ്വീകരിക്കുന്ന ചെമ്മത്തങ്ങായിട്ടില്ല, കൊറടി ആൾമാരെ ആയിട്ടിപ്പോ ഫസ്റ്റിಗೆ അള്ളാഹു തആല ചൊല്ലു അക്സർ യാറത്തെ ആൾമാർ അങ്ങ് നല്ലാവുടെ ജാതിയല്ല, അങ്ങ് വിശ്വസിക്കേണ്ട ജാതിയല്ല. അപ്പോൾ കൊറടി ആൾമാർ മാത്രമേ നിങ്ങൾക്ക് അനുയായിയായിട്ടും നിങ്ങൾ വിശ്വസിക്കണമെന്നായിട്ട് വരൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ലോകത്തിൽ ഖിയാമത്ത് നാൾ തോൽ നടക്കുന്ന എല്ലാ വിഷയം കൊണ്ടുണ്ട്. നല്ലാവുടെ കാറ് ബെടക്കാവുടെ കാറ് എല്ലാം അല്ലാഹു തആല കൊണ്ടുണ്ട്. അപ്പോൾ മനുഷ്യരെ നല്ലാക്കടയും ബെടക്കാക്കര അള്ളാഹു അല്ല, അത് അള്ളാഹു മനുഷ്യക്ക് ആ ഒരു ശക്തി ഇട്ട് കൊടുക്കുക. നല്ലാവകും ബെടക്കാവുകളുടെ അതിൽ സെലക്റ്റാക്കുകളുടെ ശക്തി അത് അള്ളാഹു അതിലെ ആ ഒരു സ്വാതന്ത്ര്യ സെലക്റ്റാക്കുകളുടെ ഒരു സ്വാതന്ത്ര്യം അള്ളാഹു തആല മനുഷ്യരെ കൊടുത്തിട്ടിരിക്കണം. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് 6 നല്ലാവിടെ 6 ബെടക്കാവിടെ അത് അള്ളാഹു പ്രത്യേക കൊന്തിക്കട്. അള്ളാഹുടെ ഇൽമും അത്രയും വിശാലമാണ്, കുന്തില്ലാത്ത വിഷയം അള്ളാഹുവില്ല. ആ ഇൽമു പ്രകാരമാണ് അള്ളാഹു തആല ചെന്നുകൊണ്ടുള്ളത്. ഇങ്ങനത്തെ ആൾമാർ ഈ നിലക്കുള്ള നിങ്ങൾ പ്രബോധനാക്കടെ ആൾമാരിൽ ചെമ്മത്തങ്ങ അത് അള്ളാഹു തആല കൊണ്ടുണ്ടോ. അങ്ങക്ക് വാത് കേട്ട് നല്ലാവില്ല, അത് അള്ളാഹു പ്രത്യേക കൊണ്ടുണ്ടോ. പക്ഷെ അല്ലാണ്ട് അങ്ങനെ അള്ളാഹു ബെടക്കാക്കടല്ല, അല്ലാണ്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിക്കിട് വേണ്ടിയിട്ട് അള്ളാഹു വേക്കടല്ല. അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടിക്കട് നല്ലാവും ബെടക്കാവും. ആ ഇതൊക്കെ നല്ലാവില്ല ചെന്നിട്ടു അങ്ങനെ അത് നല്ലാവില്ല ചൊല്ലി സെലക്ട് ആക്കിടാറ്. ഈ സെലക്ട് ആക്കിടാറ് ചൊല്ലി വിഷയം അള്ളാഹു ഇന്നലെ കൊന്തിട്ടത് കൊണ്ടാണ് അള്ളാഹു തആല ചെന്ന് ചൊമ്മത്തെ ആൾമാർ ആ ചൊമ്മത്തെ ആൾമാർ അങ്ങ് നല്ല അവിടെ നല്ല നബി ആയതുകൊണ്ടിട്ടു നിങ്ങൾ ടെൻഷൻ അടിക്കുക തീരാ. പോയ സാത്ത് ആൾമാർ എന്താക്കില്ല, വിശ്വസിക്കില്ല ചെന്ന് വിചാരിച്ചിരണ്ട. എല്ലാവരും വിശ്വസിക്കിടാറുണ്ട് വിചാരിച്ചിരണ്ട. അതിൽ വിശ്വസിക്കാത്തങ്ങ ചെമ്മത്തെ ആൾമാറുള്ളാറ് അങ്ങക്ക് അള്ളാഹു ഫസ്റ്റികേ കൊണ്ടുണ്ടോ അങ്ങ എന്താവില്ല നല്ലാവില്ല, നല്ലൊരു സെലക്ട് ആക്കില്ല ചെന്നിട്ട്. ഇനി പരിശുദ്ധ ഖുർആൻ ചൊല്ലെ എന്തുകൊണ്ടങ്ങ് നല്ലാവില്ല? നല്ലാവാണ്ടിക്കുള്ള കാരണം എന്തേ? ഇത്രയും വാഴകളും ഇത്രയും ഖുർആൻ്റെ സുന്ദരമായ സന്ദേശങ്ങളും അങ്ങക്ക് അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളുടെ മുഖാന്തരം സ്വഹാബത്തിന്റെ മുഖാന്തരം എത്തുപാടിയിട്ടും ആ ഖൗം എന്തുകൊണ്ട് നല്ലാവില്ല, അങ്ങ് നല്ലതെന്ത് സ്വീകരിക്കില്ല?
അത് ഖുർആൻ ചൊല്ലുടെ ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഇന്നാ ജഅൽനാ തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ഞങ്ങൾ ആക്കിട ഫീ അനാഖിഹിം അങ്ങനെ കഴുത്തുകളിൽ നിന്നാക്കിയ അങ്ങനെ കഴുത്തിലവിടെ നിന്നാക്കിട അഗ്ലാലൻ പല നിലക്കുള്ള കുടുക്കു ചങ്ങലകളെ നിന്നാക്കിയ അങ്ങനെ കഴുത്തിൽ ചങ്ങലയിട്ടിട്ടുണ്ട്. അങ്ങനെ കഴുത്തിൽ ചങ്ങലയിട്ടിട്ടുണ്ട്. ഫഹിയ ആ ചങ്ങലകൾ അങ്ങനെ കൈകളെല്ലാം ഇലൽ അദ്ഖാൻ താടി എല്ലുതോളോ ഒട്ടുകൂടിയിട്ടായിട്. അങ്ങനെ കൈടെ പിടിച്ചിട്ട് താടി എല്ലെടുത്തോളോ അങ്ങനെ ഒട്ടുകൂടിയിട്ടായിട്. ഫഹും മുഖ്മഹൂൻ ആയതുകൊണ്ടിട്ടോ അങ്ങ് തല വഹിച്ചിട്ടുള്ളത് താടിയോട് കൈയെല്ലാം കെട്ടിയിട്ട് ചങ്ങലെല്ലാം പിടിച്ചിട്ട് കെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് തല കീഴിടുകാവില്ല. അവൻ പിന്നെ തലമേലിട്ടിട്ട് തല വഹിച്ചിട്ടുള്ളത്. എന്തൊരു ഇതിനർത്ഥം ചെന്നേ ഇതിനർത്ഥ അങ്ങനെ പോയിട്ട് ചങ്ങലിട്ടുണ്ടല്ല. അങ്ങക്ക് എന്തായിരിക്കട് നല്ലത് അർത്ഥാക്കുള്ള ആ ഒരു ഇത് അങ്ങോട്ടില്ല. അങ്ങ് അശ്രദ്ധരായിട്ട് അങ്ങനെ പല നിലക്കുള്ള ചങ്ങലകളിലങ്ങ് ഭൂമി പോയിടാറ്. ആയതുകൊണ്ട് അങ്ങനെ സമാധാനമില്ലാണ്ടൊരു ആലങ്കാരികമായ പദമായിട്ടിക്കട് അല്ലാണ്ട് ചങ്ങലിട്ടേണ്ടത് അർത്ഥമല്ല. ആ ഒരു ചങ്ങലിട്ടങ്ങളെ പോലെ അങ്ങക്ക് നല്ലത് സ്വീകരിക്കാവില്ല. അത് ആശയം അങ്ങനെ ആയിട്ടിക്കട്. അപ്പം എന്തിനങ്ങനെ കഴുത്തുക്ക് ചങ്ങലിട്ട് ചെന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്തിനത് കൊണ്ട് ഉദ്ദേശം അങ്ങക്ക് ഇലൽ ഉസൂലി ഇല്ല ഹുദ അങ്ങക്ക് നേരായ തെരുവ് എത്തുള്ളിലേക്ക് ഉള്ള ബന്ധ ഒരു മനുഷ്യരെ കഴുത്തിൽ ചങ്ങലിട്ടുണ്ടായെങ്കിൽ കെട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നന്മകും അവൻ്റെ കൊണ്ട് പോകുമ്പോൾ സാധ്യമില്ല. കഴുത്തിൽ ചങ്ങലിട്ടിട്ട് കൈയെല്ലാം കഴുത്തിലോട് കെട്ടിയിട്ട് ഒരു മനുഷ്യരെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ഒരു സ്ഥിരവാസ പോലെ ആയിരിക്കട്ടെ. അവൻ പിന്നെ നന്മകൾ ഏത് വിഷയത്തിലും ഇല്ല. അവനൊരു മൂലക പോയിട്ടിക്കട. അതേപോലെ ഈ മനുഷ്യന്മാർ ആ ചങ്ങലിട്ടങ്ങളെ വ്യക്തിരെ പോലെ ഇങ്ങ ഒരു ഹൈറായ വിഷയത്തിക്ക് മുന്നൽ പണ്ടില്ല. ഇങ്ങ എപ്പോഴും ഹൈറ വിഷയത്തിൽ പിറപടിച്ചുകൊണ്ടിരിക്കണാറ്. അപ്പോൾ നില കാണാത്തങ്ങളെ പോലെ ചങ്ങലിട്ടവൻ തല വഹിച്ചിട്ട് ഇങ്ങനെ കെട്ടിട്ട് ഉള്ളവൻ മേൽ നോക്കിയ പോലെ ഈ മനുഷ്യന്മാർക്ക് ഈ കാഫിരിങ്ങൾക്ക് ഇങ്ങക്ക് നല്ല എന്തിനായിട്ട് കൊന്താവില്ല, നേരെന്തിനായിട്ട് കൊന്താവില്ല, എന്തും അങ്ങ് കർത്താക്കാവില്ല. എന്തിനാ ഈ ചങ്ങല കൊണ്ടുള്ള ഉദ്ദേശം? അത് പല അതായത് നന്മ ആക്കുകൊള്ളേ ദീൻ സ്വീകരിക്കുകൊള്ളേ നല്ല തെറുക്കുബണ്ടേക്കുള്ള തടസ്സങ്ങൾ, അതാണ് ചങ്ങല കൊണ്ട് ഉദ്ദേശം. ആ തടസ്സം എന്തിനെ ഒന്നോ വ്യക്തി താല്പര്യങ്ങളായിട്ടിരിക്കും. നമുക്ക് നിൻ്റെ നാണ് ഇസ്ലാം ദീൻ സ്വീകരിച്ച് നിബിധങ്ങൾ ചെന്നതുപോലെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ പേഴ്സണാലിറ്റി നിൻ്റെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും പല ധക്യകളുണ്ടാവും ചെന്നിട്ടുള്ള വിഷയങ്ങളായിട്ടിരിക്കും. ചിലപ്പോൾ അവൻ്റെ പാർട്ടിയുടെ താല്പര്യങ്ങളായിട്ടിരിക്കും. ഒട്ടികയുള്ള അവൻ്റെ ആ സംഘടനകളും ഒട്ടികയുള്ള ആൾമാർ ഞങ്ങളുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകാൻ, ഞാൻ ഒർത്തനെ ആയിട്ട് പോകാൻ അതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ നിൻ്റെ കുടുംബത്തിൽ ഞാൻ വേറമേ ഒരു ഇസ്ലാം ദീനനുസരിച്ച് നടക്കുമ്പോൾ വാക്യങ്ങളിലും പല തപ്പുകളിലിരിക്കുമ്പോൾ ഞാനൊരു വേറമേളായി ആളായി പോവുക. ഇതുപോലത്തെ ഐഹികമായ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഞങ്ങൾ നല്ല അവിടേക്കുള്ള തടസ്സങ്ങൾ. മക്ക മുസ്ലിമീങ്ങളിൽ സ്വമ്മത്താൾമാർക്ക് തടസ്സം ഞങ്ങളായിരിക്കും. പരിശുദ്ധമായ ഇസ്ലാം തന്നെ ദീൻ സ്വീകരിച്ചെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായിയായിട്ട് ബന്ധമുണ്ടായെങ്കിൽ എന്തായിരിക്കട് റസൂലുള്ളാഹി തങ്ങളെ ഹക്ക് കൊണ്ട് കൊണ്ടുണ്ടോ, ഖുർആൻ ഹക്ക് കൊണ്ട് കൊണ്ടുണ്ടോ, നബിതങ്ങൾ ചൊല്ലിയ വിഷയങ്ങൾ നേരിട്ട് കൊണ്ടുണ്ടോ. പക്ഷേ അതിരവരൊത്ത് കൂടിയുണ്ടായെങ്കിൽ ഇങ്ങനത്തെ പല തടസ്സങ്ങളുണ്ടാവും എന്ന് തങ്ങൾക്ക് പേടിയുണ്ട്. കുടുംബത്തിൽ വിട്ടിട്ട് നാണ് പോവേണ്ടി വരൂ, എൻ്റെ ബിസിനസ്സിന് ബാധിക്കൂ, എൻ്റെ കച്ചവടത്തിൽ ആൾമാർ ബരല, എൻ്റെ ഫ്രണ്ട് സർക്കിൾ എനിക്ക് ദൂരായിട്ട് പോകൂ, എൻ്റെ ഒട്ടിക്ക് കളിക്കുന്ന ആൾമാർ കളിക്കുക ബരല. നബിതങ്ങളൊട്ടിക്ക് കൂടിയത് കൊണ്ടിട്ടോ ചിലപ്പോൾ നബിതങ്ങളും സ്വഹാബത്തും വേറെ രായത്തേക്ക് ഹിജ്റ പോയിട്, നബിതങ്ങൾ 2-3 ഹിജ്റ പോയിട്, അതുപോലെ റായ പൊട്ടിട്ടോ വേറെ രായത്തേക്ക് പോവേണ്ടി വരൂ. ഇങ്ങനെ നാണ് എൻ്റെ സാമാന്യ ജീവനത്തിൽ ഇക്കൊക്കെ സാധ്യയില്ല. ഈ നിലക്ക് എൻ്റെ പല നിലക്കുള്ള അല്ലെങ്കിൽ എൻ്റെ നേതൃത്വസ്ഥാനം ഞാൻ നേതാവായിട്ടുള്ള അതിനൊക്കെ വിട്ടുപോയി പോകും. ഇതുപോലത്തെ ഐഹിക താല്പര്യങ്ങൾ ഇതാണ് അഗ്ലാൽ, അവളെ കഴുത്തിൽ കെട്ടിവെച്ച് ചങ്ങലാൻ അല്ലാഹു തആല ചൊല്ലുന്നത്.
ഇങ്ങനെ ദുന്യവിയായ പല നിരക്കുള്ള താല്പര്യങ്ങളാണ് ആ മക്ക മുശ്രിക്കീങ്ങളിൽ ചെമ്മത്ത ആൾമാരെ ദീനിക തടസ്സായിട്ടുണ്ട്. അതൊരു ഉദാഹരണം കൂടി നമ്മൾ മനസ്സിലാക്കാം. വലീദ് ഇബ്നു മുഗൈറ ചൊല്ലത് മക്കത്തെ ഖുറൈശി വലിയ നേതാവാണ്. അങ്ങനെ കൂട്ടത്തിൽ വലിയ നേതാവ്, അറിയപ്പെട്ട നേതാവാണ്, ബുദ്ധിയുള്ള ആളാണ്. അയാൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മുട്ട നടന്നുകൊണ്ട് പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങ ഖുർആൻ ഓതി കൊടുത്തോണ്ടുണ്ടോ, നബി തങ്ങ ഖുർആൻ ഓതി കൊടുത്തോണ്ടുണ്ടോ? ഈ ഖുർആൻ കേട്ടിട്ട് വലീദ് അത്ഭുതപ്പെട്ടു പോണ്ടോ, ഖുർആനിക്ക് മയങ്ങിയിട്ട് പോണ്ടോ, ഖുർആനിക്ക് സിലണ്ടറായിട്ട് പോണ്ടോ. അങ്ങനെ അയാൾ കുടുംബത്തെ ബനൂ മഖ്സൂം ചൊല്ലി കുടുംബത്തൊട്ടിക പോയിട്ട് ചൊല്ലോ, വല്ലാഹി ലഖദ് സമിഅതു മിൻ മുഹമ്മദിൻ ആനിഫ കലാമൻ മാ ഹുവ മിൻ കലാമിൽ ഇൻസ്. നാനിപ്പ അവിടെ പോയിട്ടാകുമ്പോൾ ആ മുഹമ്മദിൽ നിന്നിട്ട് നാണ് കേട്ട ഒരു പലക്ക, പക്ഷേ അത് മനുഷ്യ പലക്ക അല്ല, മനുഷ്യമുണ്ടെങ്കിലത്തെ പലക്ക അല്ല, അത് ജിന്നുടെ പലക്കവുമല്ല. ആ നബി തങ്ങ മുണ്ടിയങ്കത്തെ പലക്കത്തിന് ഒരു മാധുര്യമുണ്ടോ, നല്ലൊരു മധുര പലക്കമാണ്. ഭാരി ചന്തത്തെയും ഭാരി സ്വീകരിക്കട പോലത്തെ പലക്കങ്ങളാണ് മുണ്ടില്, വലിയ ഫലമുള്ളെങ്കത്തെ വിഷയമാണ്. എന്നിട്ട് ചമ്മ തന്നി നിറഞ്ഞ ഇതുപോലെ മര പോലത്തെ വസ്തുക്കളാണ് ചെന്നിട്ട് നല്ല മധുഹാക്കട്. എന്നിട്ട് ആ വലീദ് ചൊല്ലോ, അപ്പോൾ ദീനികന്ന് വന്നിട്ടില്ല. എന്നിട്ട് ചൊല്ലു വൈന്നഹൂലയാലു, ആ മുഹമ്മദ് നബീനി മേലായോണ്ടേ പോണ്ടേ, വലായോല അയാളെ കീഴിടുക സാധ്യയില്ല ചെന്നിട്ടു. ഖുർആൻ കേട്ടിട്ട് അത്ഭുതപ്പെട്ടെങ്കത്തെ ആകർഷിച്ചെങ്കത്തെ വലീദ് പോയി ചൊന്നിട്ടാകുമ്പോൾ മക്ക ഖുറൈശിക ചൊന്നാറ് സ്വബ അതാ വലീദും ദീൻ വിട്ടു മതാന്തരായ, വലീദ് മതാന്തരയിത്ത് വല്ലാഹിൽ വലീദ് മതാന്തരായി പോയാ വല്ലാഹിൽ തുസ്ബാന. ഇനിയിപ്പോൾ വലീദ് നേതാവല്ലേ, ഇനി വന്നിട്ട് ഖുറൈശികളിലെ ചമ്മാൽമാരെ മതാന്തരാക്കൊണ്ടോ, ചമ്മ ഉപദ്രവം കൊണ്ട് ഈ വലീദിനെ കൊണ്ടിട്ടോ. ഇനി മുഹമ്മദ് നബിയുടെ അനുയായിയായിട്ട് വന്നിട്ട് ഞങ്ങളുടെ ചൊമ്മത്തെ ആൾമാരുടെ ഓടെന്താക്കും നേതാവല്ലേ, ഇനി ചൊമ്മത്തെ ആൾമാർ മതാന്തരാവ് കൊണ്ടു ചെന്നിട്ടു ആൾമാർ ചൊല്ല തുടങ്ങിയാൽ ഖുറൈശിക. അപ്പോൾ നോക്കുമ്പോൾ ഈ വിഷയ വലീദിന്റെ സഹോദര മകനായ അബൂജഹൽ വലിയ എഴുത്തുകെട്ട വ്യക്തിയാണ്. അബൂജഹൽ ഈ വിഷയക്കിട്ട് അബൂജഹൽ ചൊല്ലു, അന ഉക്ഫീക്കുമോ, നീ എന്ത് ടെൻഷൻ ആക്കണ്ട, വലീദിനെ നാ നോക്കിക്കൊള്ളേ, നീ എന്ത് ടെൻഷൻ ആക്കണ്ട. അങ്ങനെ വലീദിനെ വിളിച്ചിട്ട് അവണ്ടൊട്ടിക്ക് സ്വന്തം ഉപദേശങ്ങളാക്കിയിട്ട് പല നിലക്കും പേടി പാടിയിട്ട് ബെതറി കയറ്റിട്ട് പല നിലക്കും വലീദിനെ മേൽക്കീലാക്കിയ അബൂജഹൽ. അപ്പോൾ ലാസ്റ്റിക്ക് ഇതെല്ലാം കേട്ടിട്ട് ലാസ്റ്റിക്ക് വലീദ് ചൊല്ലുടെ മാ ഹുവ ഇല്ലാ സിഹർ, അതൊരു സിഹിറായിട്ടിക്കട് മുഹമ്മദ് നബിയുടെ പലക്കനാക്കിയിട്ടത്, അതൊരു എന്തിനായിട്ടിക്കട് സിഹിറായിട്ടിക്കട്, അതൊരു മാട്ടാക്കിയിട്ട് ഞങ്ങൾ വലിക്കിടെ ചൊല്ല ആ ശൈലിക്ക് ആ പലക്കത്തുക്ക് പോയിട്ട് വലീദ് തിരിഞ്ഞ. അപ്പോൾ വലീദ് അള്ളാഹുടെ കലാമ് കേട്ടിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഉപദേശം കേട്ടിട്ട് ഹക്കുണ്ട് എല്ലാം കൊന്തായിട്, ഇത് ദീന് ഇത് നേര് എല്ലാം കൊന്തായിട്. അതാണ് ചെന്ന ഒരിക്കലും മുഹമ്മദ് നബി മേലെ പോണ്ട് കീഴ് പണ്ടില്ല, അയാളെ സമർത്ഥത ആരെ കൊണ്ട് സാധ്യയില്ല, അത്തര ശക്തി അയാൾക്ക് അള്ളാഹു താല കൊടുത്തുകൊണ്ട് അർത്ഥാക്കിയ വലീദ്. ആ വലീദിക്ക് ഹക്ക് ഒന്നിന്നിട്ടും ദീനിക വണ്ടേക്കുള്ള തടസ്സ. ഇനി നിൻ്റെ കുടുംബത്തങ്ങ, നിൻ്റെ ചങ്ങായിമാർ, നിൻ്റെ വംശത്തങ്ങ നക്ക് നേതൃത്വസ്ഥാനത്തെ പോവാറ്, നക്കത് ഇല്ലാണ്ടാക്കുവാറ്, നക്ക് സ്ഥാനം നഷ്ടപ്പെടുക ചൊല്ലിട്ട് ഒരു കാരണമാണ് വലീദ് ഇസ്ലാം അത് സ്വീകരിക്കാണ്ടിക്കുള്ള കാരണം. ഇതാണ് ഖുർആൻ ചൊന്നെ. ഇതുപോലത്തെ അഗ്ലാൽ ഹക്കെതിരെ ദീനെതിരെ എല്ലാം നമുക്ക് ഗൊന്തുണ്ടോ, ഗൊന്തിന്നിട്ടും അങ്ങ് സ്വീകരിക്കാത്തത് ഇതുപോലത്തെ ഐഹികമായ ദുനിയാവുടെ പല നിലക്കുള്ള താല്പര്യങ്ങളാണ്. ആയതുകൊണ്ട് നബിയെ ഇങ്ങ വിശ്വസിക്കില്ല, ചൊമ്മത്തെ ആൾമാർ ദീനില്ല ചെന്നിട്ടു നിങ്ങ എന്തും ഒരു നിലക്കും ടെൻഷൻ അടിക്കേണ്ട. അത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും പാഠമാണ്. അങ്ങ് ദീൻ സ്വീകരിച്ചില്ല, അങ്ങനെ ഞങ്ങൾ ദീനനുസരിച്ച് നടക്കപ്പെടില്ല. ആ ടൈമിൽ ഞങ്ങൾക്ക് പല നിലക്കുള്ള സുഖത്തിന് തടസ്സങ്ങൾ വരും. പക്ഷേ ഈമാൻകളുടെ ഭദ്രമായ ഈമാൻ്റെ ഒരു നിലക്കും ഞങ്ങൾ തെല്ലേ ചാച്ചു അപ്പുറം തപ്പാണ്ട് ഗട്ടിയായി പിടിക്കരുത്. മിനിങ്ങളായ ഞങ്ങളെ ബാധ്യതയായിരിക്കണം. അല്ലാഹു ഞങ്ങളെ ഈമാൻ
ഗട്ടിയുള്ള ഈമാനാക്കി തരുമാറാകട്ടെ. ഈമാൻ ഒരു തടസ്സവും അല്ലാഹു ഒരു അകലാൽ ഐഹികമായ ഒരു താല്പര്യങ്ങൾ നല്ല തെരുക്ക് ബണ്ടേക്കും ദീൻ്റെ തെരുൾ ജീവിക്കടേക്കും അള്ളാഹു തിന്ന പ്രകാരം ജീവിക്കടേക്കും ഒരു നിരക്കുള്ള ഐഹികമായ ദുന്യവിയായ താല്പര്യം അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പര ഖിയാമത്ത് വരെ ആർക്കും അള്ളാഹു തരാണ്ടിക്കുമാറാകട്ടെ. നല്ല ഖൈറായ ഖുർആൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കട്ടെ. നല്ല ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തരുമാറാകട്ടെ. എല്ലാവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ റമദാൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിയിട്ട് എല്ലാവർക്കും ഖൈറും റാഹത്ത് സന്തോഷമുള്ള റാഹത്തുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട് അള്ളാഹു ഏറ്റെടുത്ത നല്ല ജീവിതം തന്നിട്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.